ശ്രവണം, കീർത്തനം, വിഷ്ണോർ സ്മരണം. ആദ്യം കേൾക്കാനുള്ള ക്ഷമയുണ്ടാകുക. ഭഗവാന്റെ മാഹാത്മ്യങ്ങൾ, ഭഗവത് കഥകൾ ഇതൊക്കെ കേൾക്കാനുള്ള അവസ്ഥ ഉണ്ടാകുക. അവസാന നിമിഷത്തിലെ ചിന്തയെ നമ്മൾ നേരെയാക്കാനായിട്ട് പഠിക്കുക. അവസാന നിമിഷത്തിലെ ചിന്ത നേരെയാക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ പരിശീലിച്ചാലേ പറ്റുള്ളൂ. ദൈവം ജ്ഞാനയതി ഇത് ദൈവജ്ഞ. ദൈവത്തെക്കുറിച്ച് അറിയുന്നവൻ ദൈവജ്ഞൻ. ജയശങ്കർ സാർ, യഥാർത്ഥ ദൈവജ്ഞൻ ശരിക്കും എങ്ങനെയായിരിക്കണം? ഇപ്പോൾ ഒരു പാവപ്പെട്ടയാൾ വളരെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ ഒരുപാട് പൂജകളും കർമ്മങ്ങളും ഒക്കെ അയാളെ കൊണ്ട് താങ്ങാൻ പറ്റാത്ത വിധം കൊടുക്കുന്നതൊക്കെ നല്ലതാണോ ശരിക്കും? ഈ വരുന്ന ആൾ എപ്പോഴും എന്തെങ്കിലും മനസ്സമാധാനക്കുറവുണ്ടെങ്കിൽ അത് തീർക്കാൻ വേണ്ടിയിട്ടായിരിക്കും വരുന്നത് എന്ന് മനസ്സിലാക്കി വേണം ദൈവജ്ഞൻ അവരോട് സംസാരിക്കാൻ. ദൈവജ്ഞൻ്റെ പ്രധാന ഉദ്ദേശം അവർക്ക് സമാധാനം ഉണ്ടാക്കാൻ ഒരു മാർഗം നിർദ്ദേശിക്കുക എന്നുള്ളതായിരിക്കണം. എന്നാൽ സമാധാനം ഇല്ലാത്തവർ മാത്രമല്ല, സമാധാനമുള്ളവരും ദൈവജ്ഞനെ കാണാൻ വരാറുണ്ട്. ഇപ്പോൾ ഒരു ബിസിനസ് നടത്തണു, ആ ബിസിനസ് 10% ലാഭത്തിൽ പോകുന്നു, അതുപോലെ എനിക്ക് 20% ലാഭം വേണം, അതിനെന്ത് ചെയ്യണം എന്ന് ചോദിച്ചു വരുന്നവരുണ്ട്. അല്ലെങ്കിൽ ആ ബിസിനസ്സിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും ബിസിനസ്സും കൂടി ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നു, അത് ചെയ്താൽ എങ്ങനെയുണ്ട്, അങ്ങനെ പ്രോഗ്രസീവായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും വരാറുണ്ട്. പക്ഷേ പൊതുവെ സമാധാനക്കുറവ് വരുമ്പോഴാണ് ദൈവജ്ഞനെ കാണാൻ വരിക. അങ്ങനെയുള്ളവരുടെ അടുക്കെ കൂടുതൽ ഭാരം അടിച്ചേൽപ്പിക്കാൻ പാടില്ല. ശരിക്കും കൂടുതൽ ഭാരം അടിച്ചേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് സമാധാനം ഉണ്ടാക്കുകയല്ല ചെയ്യുക, മറിച്ച് സമാധാനം കുറവുണ്ടാക്കുക ചെയ്യുക. അവരോട് കൂടുതൽ ചിലവുള്ള പൂജകളൊക്കെ പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് അത് ചെയ്യാൻ സാധ്യമല്ല. പിന്നെ അവർ കടം മേടിച്ച് ചെയ്യേണ്ടി വരും. കടം മേടിച്ച് പൂജ ചെയ്യുന്നുള്ളതൊന്നും വലിയ ഫലപ്രാപ്തിയില്ല. ഈ പൂജകളെല്ലാം ശരിക്ക് അനുഷ്ഠാനത്തിലാണ് വരേണ്ടത്. എല്ലാം കർമ്മം കൊണ്ട് തന്നെയുള്ള പൂജകൾ ആയിക്കൊള്ളുന്നില്ല. അവരുടെ അനുഷ്ഠാനത്തിൽ മാറ്റം വരുത്തിയാൽ തന്നെ കുറേ പൂജകൾ. കാരണം യഥാർത്ഥത്തിൽ ദൈവം ഇരിക്കുന്നത് നമ്മളുടെ ഉള്ളിലാണ്, നമ്മളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലാണ്. ആ ഹൃദയത്തിലുള്ള ദേവനെ കണ്ടെത്താൻ കഴിഞ്ഞാൽ അത് തന്നെയാണ് അതിന് യഥാർത്ഥ പ്രായശ്ചിത്തം. പക്ഷേ പ്രവൃത്തികളിലൂടെ നമുക്ക് സ്നേഹിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് പ്രധാന സന്ദേശം. അങ്ങനെ സ്നേഹത്തിൽ കൂടെ നമുക്ക് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കും. ആ സ്നേഹം എന്ന് പറയുന്നത് പണം കൊടുത്താൽ കിട്ടുന്ന കാര്യമല്ല. ഒരാൾക്ക് 10 ലക്ഷം രൂപയുടെ കിടക്ക മേടിക്കാം, സാധിച്ചു എന്ന് വരും. പക്ഷേ ഒരു 4 മണിക്കൂർ സുഖമായിട്ട് ഉറങ്ങാൻ ആ കിടക്ക കൊണ്ടാവില്ല എന്ന് പറഞ്ഞാൽ പണം ഉണ്ടെങ്കിൽ മാത്രം എല്ലാം നേടാൻ പറ്റും എന്ന് പറയുന്ന അവസ്ഥയില്ല. ഇപ്പം പണം ഒരു ഘടകം മാത്രമാണ്, അതല്ല ജീവിതത്തിൻ്റെ ലക്ഷ്യം. ജീവിതത്തിലെ ലക്ഷ്യം എന്ന് പറയുന്നത് എല്ലാവരെയും ബഹുമാനിക്കാനും സ്നേഹിക്കാനും കഴിയുക എന്ന് പറയുന്നതാണ്. അതുകൊണ്ടാണ് ജ്യോതിഷം ചിന്തിക്കുന്ന സമയത്ത് ഭഗവാന്റെ വാക്കുകളെ നമ്മൾ കൂടുതൽ ചിന്തിക്കേണ്ടി വരുന്നത്. സർവഭൂതേഷു മാം ദൃഷ്ട എന്ന് ഭാഗവത്തിൽ പറഞ്ഞ പോലെ എല്ലാവരിലും, എല്ലാ ജീവജാലങ്ങളിലും, എല്ലാ വസ്തുക്കളിലും എന്നെ കാണാൻ പഠിക്കൂ എന്നാണ് ഭഗവാൻ പറഞ്ഞത്. എല്ലാവരിലും ദൈവത്തിനെ കാണാൻ തുടങ്ങിയാൽ നമുക്ക് ഒരാളുടെ കയ്യിൽ നിന്ന് കുറേ പൂജകളുടെ പേര് പറഞ്ഞുകൊണ്ട് പൈസ തട്ടിക്കാൻ തോന്നില്ല. അങ്ങനെ പൈസ തട്ടിക്കാൻ തോന്നിയാൽ നമ്മൾ ദൈവത്തെ അറിയുന്നില്ല എന്ന് വേണം പറയാൻ. യഥാർത്ഥ ദൈവജ്ഞൻ ഒരാളെ തട്ടിച്ച് പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കില്ല. ശരിക്കും ഒരു വിഭാഗം ഇതൊരു ബിസിനസ്സായി കാണുന്നവരുമുണ്ട് അല്ലേ? അത് ഈ ലക്ഷ്യം എന്താണെന്ന് അറിയാത്ത അവസ്ഥയിൽ പറ്റുന്ന ദോഷമാണ്. ലക്ഷ്യം നമുക്ക് പണം മാത്രമാണ് എന്ന് ചിന്തിച്ചാൽ ചിലർക്ക് അങ്ങനെ തോന്നും. പക്ഷേ ലക്ഷ്യം ഒരിക്കലും പണം മാത്രമല്ല, അതിനേക്കാൾ വലിയ സമാധാനം, സുഖകരമായിട്ടുള്ള മരണം ഒക്കെ വേണമെങ്കിൽ പറയാം. ഓക്കെ, ഭഗവാനെ വിചാരിച്ചുകൊണ്ട് ആയിരിക്കണം മരിക്കുക. അവസാന നിമിഷത്തിൽ നമ്മുടെ ചിന്ത എങ്ങനെയാണോ അതിനനുസരിച്ചായിരിക്കും നമ്മളുടെ അടുത്തുള്ള പ്രയാണം. അവസാന നിമിഷത്തിലെ ചിന്തയെ നമ്മൾ നേരെയാക്കാനായിട്ട് പഠിക്കുക. അവസാന നിമിഷത്തിലെ ചിന്ത നേരെയാക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ പരിശീലിച്ചാലേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ദൈവവിചാരം എപ്പോഴും വേണം എന്ന് പറയുന്നത്. ഇത് ഞാൻ പറഞ്ഞതല്ല, പ്രഹ്ലാദൻ തൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള അസുര ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്ത കാര്യമാണത്. ബാല്യത്തിലേ തുടങ്ങണം എന്ന് പറഞ്ഞത്. എന്നാൽ മാത്രമേ അവസാന നിമിഷം വരെ നാരായണനാമം ജപിക്കാൻ പറ്റൂ എന്ന്.
ശരിക്കും ദൈവജ്ഞൻ എന്നൊരു വാക്കിൻ്റെ അർത്ഥം എന്താണ് സർ? ദൈവം ജ്ഞാനേതി ഇത് ദൈവജ്ഞ, ദൈവത്തെക്കുറിച്ച് അറിയുന്നവൻ ദൈവജ്ഞൻ. അപ്പോൾ ദൈവത്തെ അറിയുന്നത് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ഇരിക്കുന്നൊരു ഫോട്ടോയിലല്ല ദൈവമുള്ളത്, അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്നൊരു വിഗ്രഹത്തിലല്ല ദൈവം ഇരിക്കുന്നത്. വിഗ്രഹം എന്ന് പറഞ്ഞാൽ വിശേഷേണ ഗ്രഹിക്കാനുള്ളതാണ് വിഗ്രഹം. നമുക്ക് എന്താണ് ആ ശക്തി എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് വിഗ്രഹം. യഥാർത്ഥത്തിൽ ആ ശക്തി നമ്മുടെ ഉള്ളിലും, അതേപോലെ തന്നെ നമ്മളുടെ ഉള്ളിൽ മാത്രമല്ല, നമ്മുടെ ചുറ്റും നിൽക്കുന്നവരുടെ എല്ലാം ഉള്ളിൽ അതുണ്ടെന്ന് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് അവരെ സേവിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഭക്തി എന്ന് പറയുന്നത്. സേവനം അതിന് യഥാർത്ഥമായിട്ടുള്ളൊരു മാർഗങ്ങളാണ്. ഭക്തിയെക്കുറിച്ച് പ്രഹ്ലാദൻ പറയുന്ന ചില വാക്കുകളുണ്ട്. ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം. അവസാനം ആത്മനിവേദനം, ആത്മസമർപ്പണം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തണം. അതാണ് ഭക്തിയുടെ ലക്ഷണം. 9 ലക്ഷണങ്ങളാണ് പ്രഹ്ലാദൻ പറഞ്ഞത്. ഇതിൽ 9ാമത്തെ ലക്ഷണം ആത്മസമർപ്പണമാണ്. ആത്മസമർപ്പണം വരെ എത്തണം നമ്മൾ. അപ്പോഴാണ് നമുക്ക് ആ ദൈവികമായിട്ടുള്ള ഭക്തി കൊണ്ടുള്ള സായുജ്യം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തുക. സർ, ആ 9 ലക്ഷണങ്ങളൊന്ന് പറയാമോ? ശ്രവണം കീർത്തനം വിഷ്ണോർ സ്മരണം. ആദ്യം കേൾക്കാനുള്ള ക്ഷമയുണ്ടാകുക. ഭഗവാന്റെ മാഹാത്മ്യങ്ങൾ, ഭഗവത് കഥകൾ ഇതൊക്കെ കേൾക്കാനുള്ള അവസ്ഥ ഉണ്ടാകുക, അതിനുള്ള ക്ഷമയുണ്ടാകുക. കീർത്തനം, നമ്മൾ കേട്ട കാര്യങ്ങൾ, ആ ഭഗവത് കഥകളും ഇതൊക്കെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. അവർക്കും ഇതിനുള്ള ആകാംക്ഷ ഉണ്ടെന്ന് മനസ്സിലാക്കി ചെയ്യുക. അത് കീർത്തനം. അങ്ങനെ പറഞ്ഞു കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നമ്മൾ പഠിച്ചാലേ പറ്റുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ സ്മരിക്കണം. നമ്മൾ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ എന്തൊക്കെയാണ് പറഞ്ഞു കൊടുക്കുക? അവരിങ്ങനെ സംശയം ചോദിച്ചാൽ എന്ത് പറയണം? ഒരു ടീച്ചർ പ്രിപ്പയർ ചെയ്യുന്ന പോലെ നമുക്ക് പ്രിപ്പയർ ചെയ്യണം. അതിന് സ്മരണം വേണം. ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം. ചുറ്റുമുള്ള ജീവജാലങ്ങളെ ഭഗവാനായിട്ട് കണ്ട് അവർക്ക് വേണ്ടിയുള്ള സേവന പ്രവർത്തനങ്ങൾ ചെയ്യുക. അർച്ചനം, അവരെ ബഹുമാനിക്കുക. അർച്ചനം വന്ദനം, അവരെ നമസ്കരിക്കുക. ദാസ്യം, അവർക്ക് വേണ്ടി എന്തും ചെയ്യുന്നൊരവസ്ഥയാകുക. സഖ്യം, പിന്നെ കൂട്ടുകാരെ പോലെയാകുക. നമുക്ക് ചില സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാകും. നവ്യ നായർ ഗുരുവായൂരപ്പനെ ഞാൻ നിന്നോട് പറഞ്ഞിട്ടല്ലേ പോയത് എന്നൊക്കെ പറയുന്നത്. അത് ആ ഒരു അവിടെ വ്യക്തിയല്ല, ഞാൻ കഥ ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. അവിടെ സൗഹൃദം എന്ന് പറയുന്ന ഭാവത്തിലേക്ക് എത്തി. അല്ലേ? ആ സൗഹൃദം എന്ന് പറയുന്ന ഭാവം കഴിഞ്ഞിട്ടാണ് ആത്മസമർപ്പണം. അവിടെ സൗഹൃദത്തിൻ്റെയും കഴിഞ്ഞ് ഒരു പടിയും കൂടെ കടന്നു. നമ്മൾ തമ്മിൽ സൗഹൃദം മാത്രമല്ല, ഞാൻ നിൻ്റേതാണ് എന്ന് പറയുന്ന അവസ്ഥ. അതാണ് ആത്മസമർപ്പണം. ഞാൻ എന്ത് ചെയ്താലും അത് നിനക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നീയാണ് എന്നെക്കൊണ്ട് ചെയ്യിക്കുന്നത് എന്ന് ചിന്തിക്കുന്ന അവസ്ഥ. അത് ആത്മസമർപ്പണം. അതാണ് 9 ലക്ഷണങ്ങൾ അതിൽ പറയാം. ഇത് തന്നെ നാരദ മഹർഷി ഭക്തിസൂത്രത്തിൽ പറയുന്നുണ്ട്, നാരദ പഞ്ചരാത്രത്തിൽ പറയുന്നുണ്ട്. നാരദ മഹർഷി ഇതൊക്കെ തന്നെ. അതിൽ നാരദ മഹർഷി പറഞ്ഞിരിക്കുന്ന 8 കൂട്ടങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. ശിഷ്യനായിരിക്കുന്ന പ്രഹ്ലാദന് 9 കൂട്ടങ്ങളെക്കുറിച്ച് പറഞ്ഞു. ആ വ്യത്യാസമേ ഉള്ളൂ. നമസ്കാരം സർ. നമസ്തേ. സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല. 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ഈ നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.